കേക്ക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ ഒന്ന് നമുക്ക് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇവിടെ 240 ml ഒരു കപ്പ് മൈദ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചിട്ട് മാറ്റി വെച്ച്. അപ്പോൾ ഇപ്പം നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്നില്ല, ബേക്കിംഗ് സോഡ കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും ഒരു 2-3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര, അതായത് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര പൊടിച്ചത്, ഏകദേശം ഒരു 1/4 കപ്പോളം വരും, അതും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫോം ആവുന്നത് വരെ അടിച്ചെടുക്കുക, അതായത് ഈ ഒരു വൈറ്റ് കളർ ആവുന്ന. അതിനുശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ വേണേൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇടുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ സ്പീഡിലൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ആയിട്ടുള്ളത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ അതിലേക്ക് 3-4 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാല് നല്ല റൂം ടെമ്പറേച്ചറുള്ള പാലായിരിക്കണം. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ട് ലോ സ്പീഡിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. സോറി, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യണമായിരുന്നു നമ്മൾ പൊടി ഇടുന്നതിന് മുന്നേ. അപ്പോൾ സൂപ്പർ ജെല്ലിൻ്റെ റെഡ് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കളറ് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിതാ നമ്മളെ ബാറ്ററി ഈ ഒരു ഫോമിലാണുള്ളത്. അപ്പോൾ ഞാൻ ഈ മോൾഡ് മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ച് ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ്. ഏകദേശം ഒരു 40 മിനിറ്റ് വരെ എടുത്തു ഇത് ആയി കിട്ടാൻ. അപ്പോൾ ഓരോ ഓവനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വേണ്ടിക്കലും വെക്കാം, സെയിം തന്നെ. ആദ്യം പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുത്താൽ മതി, നമ്മൾ ഏതിനകത്താണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതാ കേക്ക് റെഡിയായി. അപ്പം തന്നെ നമ്മൾ ക്രീമിൻ്റെ പരിപാടി ആക്കാൻ നിൽക്കരുത്. കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രം എടുക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം കേക്കിൻ്റെ ബാക്കിയുള്ള പണിയിലേക്ക് കടക്കുക. അപ്പോൾ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയി. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അതൊന്നും തണുത്തതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഇവിടെ ട്രോപ്പോലൈറ്റിൻ്റെ ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്രീമാണ്, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ക്രീം ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ക്രീമും ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അത്ര പ്രൊഫഷണലായിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് വീട്ടിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇത് കേക്ക് ആദ്യം തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഫൈനലായിട്ട് കേക്കിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. രസം ഉണ്ടായിരുന്നു കഴിക്കാനും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയായിരുന്നു. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.